ഒരു നാട്ടിൽ ഒരു പള്ളിയിൽ അച്ഛൻ, ഒരു ഉദാഹരണം പറയാം, ഒരു പള്ളിയിലെ അച്ഛൻ 30 വർഷക്കാലം തൻ്റെ കുഞ്ഞാടുകളെയൊക്കെ തൻ്റെ നാട്ടിലെ എല്ലാവരെയും പള്ളിയിൽ വിളിച്ചു കയറ്റി ഇരുത്തിയിട്ട് 30 വർഷം ദൈവത്തെക്കുറിച്ച് പറഞ്ഞു കൊടുത്തു. 30 വർഷക്കാലം തൻ്റെ ജനതയുടെ മുന്നിലേക്ക് ഒരു പള്ളിയിലെ ക്രിസ്ത്യാനിയായ പള്ളിയിലെ അച്ഛൻ 30 വർഷം ദൈവത്തെക്കുറിച്ച് ജനങ്ങൾക്ക് പറഞ്ഞു കൊടുത്തു. അതേ നാട്ടിൽ ഒരു കള്ളുകുടിയനായ ഒരു ഓട്ടോ ഡ്രൈവർ ഉണ്ട്. ഭയങ്കര സ്പീഡായ വണ്ടി ഓടിക്കുന്നത്, എപ്പോഴും അടിയും വഴക്കുവാ. കള്ളുകുടിയനാണ്, ഓട്ടോ ഡ്രൈവറാണ്, വലിയ സ്പീഡിലാണ് വണ്ടി ഓടിക്കുന്നത്, എപ്പോഴും പ്രശ്നങ്ങളാണ്. അപ്പൊ കഥ പറയുകയാ, ഇവര് രണ്ടുപേരും മരിച്ചു ദൈവത്തിന്റെ മുന്നിലെത്തി. ദൈവത്തിന്റെ മുന്നിലെത്തിയപ്പോ അച്ഛനുമുണ്ട് കള്ളുകുടിയനുമുണ്ട്. ദൈവം പറഞ്ഞു അത്രേ കള്ളുകുടിയനോട്, നീ സ്വർഗത്തിൽ കയറി പൊക്കോളാൻ ആദ്യം. അപ്പൊ ഈ പള്ളിയിലെ അച്ഛൻ ചോദിച്ചു, ദൈവമേ, 30 വർഷക്കാലം ഞാൻ നിന്നെക്കുറിച്ച് ജനങ്ങൾക്ക് പറഞ്ഞു കൊടുത്തു, എന്നെ അല്ലേ ആദ്യം സ്വർഗത്തിൽ വിടണ്ടേ? ഈ കള്ളുകുടിയൻ, ആ നാട്ടിലെ ഏറ്റവും വലിയ കള്ളുകുടിയനെ, ഇവനെയാണോ സ്വർഗത്തിൽ ആദ്യം വിട്ടത്? ആ സമയത്ത് ദൈവം പറഞ്ഞു അത്രേ, അച്ഛനോട് പറഞ്ഞു, നിങ്ങളുടെ പ്രസംഗം കേട്ടപ്പോ എല്ലാരും ഇരുന്ന് ഉറങ്ങുമായിരുന്നു, ആർക്കും ദൈവത്തെക്കുറിച്ച് ഓർമ്മയൊന്നുമില്ല. 30 വർഷക്കാലം പള്ളിയിൽ നിന്ന് പ്രസംഗിക്കുമ്പോ ജനങ്ങൾക്ക് ദൈവത്തെക്കുറിച്ചുള്ള ഓർമ്മയൊന്നുമില്ല, ബോറടിച്ചിട്ട് ആൾക്കാരൊക്കെ ആകെ ഇരുന്നിട്ട് ഹലാക്കാവുക. പക്ഷെ ഇവനുണ്ടല്ലോ, ഇവന്റെ ഓട്ടോയ്ക്കകത്ത് ആരെങ്കിലും കയറി കഴിഞ്ഞാൽ ഇറങ്ങുന്നത് വരെ ദൈവമേ 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 കാത്തോളാണെന്ന് വിളിച്ചോണ്ടായിരിക്കണ. കാരണം എന്തേ? ഇവൻ കള്ളും കുടിച്ചിട്ട് 100-ലാ പോണേ. ഇവന്റെ ഓട്ടോയ്ക്കകത്ത് ഏത് മനുഷ്യൻ കയറിയാലും അവൻ ദൈവത്തെ വിളിക്കാതെ ഇറങ്ങൂല. അപ്പൊ ദൈവം പറയുന്നു, എന്നെ ഏറ്റവും കൂടുതൽ ഓർമ്മിപ്പിച്ചത് ഈ ഓട്ടോക്കാരൻ, അതുകൊണ്ട് അവന്റെ സ്വർഗം.